മിക്കവാറും വീട്ടിൽ നീണ്ടല്ലോ കടലിലും രാജാവായിരിക്കും. എന്റെ അടുത്ത് രാജാവായി കളിച്ചാൽ കറുത്ത കത്തി താഴെയാണേ. ഏത് താഴെ ഇല്ല ഇത് താഴെ ഉണ്ടാവും. ഏട്ടാ അതാ ചക്ക ഇട്ടാ. ഇപ്പൊ പ്ലാവ് കയറാൻ ആരെങ്കിലും വേറെ ആൾക്കാരെ വിളിക്കാൻ പറ്റും? ചക്ക വറുത്തിട്ടില്ല, വറക്കണമെങ്കിൽ മതി. രസൂനെ മറ്റേ കത്തി അവിടെയാണേ. മടാളും സ്രാവ്. എൻ്റെ അമ്മയ്ക്കില്ലേ, അമ്മയ്ക്ക് ഈ അരച്ച് ഇതാക്കിയിട്ടുള്ള കറികളൊന്നും ഇഷ്ടമല്ല കേട്ടോ. അമ്മയ്ക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കുന്ന കറികളാണ് വെച്ചാൽ ഇഷ്ടമാണ്. പക്ഷെ ഒരു ഉണക്കമീനും ഒരു ഉണക്കമീൻ കഷ്ണം കുറച്ച് എന്തെങ്കിലും താളിപ്പും കിട്ടിക്കഴിഞ്ഞാൽ വെച്ചാൽ വേറെ ഒന്നും വേണ്ട കേട്ടോ. നമ്മുടെ ഈ അരച്ച് പെരച്ച് സാമ്പാർ മീൻകറി ഇതൊന്നും പറ്റില്ല. ഇന്നലെ അമ്മ മീൻ കൂട്ടാൻ വെച്ചു, ഇന്ന് കുമ്പളത്തിൻ്റെ ഇല താളിപ്പ്. അപ്പോൾ സ്രാവ് മീനും അടിപൊളി അല്ലേ. നമ്മുടെ വീട്ടിലധികം ഉണക്കമീൻ വാങ്ങില്ലമ്മ. ഞങ്ങൾക്ക് ഉണക്കമീൻ നല്ല ഇഷ്ടാട്ടോ. അമ്മയും കണ്ടോ ഇതിന്റെ തോലി. ഇത് കണ്ടോ കല്ല് കല്ല് പോലെയാണ് ഇത്. എന്താ അത് സ്രാവ്. ആ പാൽ സ്രാവിന്റെ കളയണ്ട, വലിയ വലുതിന്റെ. എന്താ ചിലവര് ഇതന്നാ. ഇന്നാള് ഞങ്ങള് സ്രാവ് മീൻ വറുത്തത് എങ്ങനെയാണെന്നറിയോ? ഇതേപോലെ തൊലി കളഞ്ഞിട്ട് വറുത്തെടുത്തിട്ട് പൊടിച്ചിട്ട് നമ്മൾ ചെറിയ ഉള്ളി ഉണക്കമുളകും കറിവേപ്പിൻ്റെ ഇലയൊക്കെ പാടെ വഴറ്റിയിട്ട് ഈ സ്രാവ് അങ്ങോട്ട് ഇട്ടു. നല്ല രസമുണ്ടായിരുന്നു അല്ലേ ഏട്ടാ അത്. പക്ഷെ അപ്പേക്ക് എന്താണെന്നറിയോ, ഇത് രണ്ട് കഷ്ണം കഴിക്കാൻ നോക്കുമ്പോൾ ഈ പൊടിയുമ്പോൾ ഈ രണ്ട് കഷ്ണം കഴിക്കല് നടക്കില്ല. ആരെ മാറാലച്ചൂലും കൊണ്ട് കുറേ നേരം അയാൾ നടക്കാൻ തുടങ്ങിയിട്ട്. ഇവിടെ മുളക് വറുത്ത പുളി സ്രാവ് കൊടുത്തത് നല്ലതാണ്. എന്തിൻ്റെ കൂടി ഉണക്കമീൻ നല്ലതാണ് അല്ലേ. എല്ലാത്തിൻ്റെ കൂടിയും നല്ലതാണ്. തെരണ്ടിന്നല്ലേ അതിന് പറയാ പച്ചസ്രാവിനെ. കറുപ്പ് അവിടെ തന്നെ ഉണ്ട്. ഇന്ന് കുമ്പളങ്ങയും കൂർക്കയും പാടെ കറി വെച്ചാൽ മതി മാ, വറുത്തരച്ചിട്ട്. ആ കൂർക്ക വെള്ളത്തിലിട്ടിട്ട് വൈകുന്നേരം ആകുമ്പോലെ 1/2 കിലോ കോഴിയും കൂടി കണ്ട് വാങ്ങിയാലോ. കോഴിയൊന്നും വേണ്ട, കൂർക്കയുടെ കൂടെ. പിന്നെ ഇപ്പോഴും കോഴിയും കൂർക്കയും പോകുമ്പോഴേ വെല്ലിൻ്റെ ഒരു കഷ്ണം ചേർത്ത് കൊടുത്തു. തോലുകൂലേ ന്യൂസ് പേപ്പർ പക്ഷെ ന്യൂസ് പേപ്പർ ആദ്യം ഇട്ടിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ ആ മഷിയൊക്കെ അയക്കാവും പറഞ്ഞിട്ട് അല്ലേ ന്യൂസ് പേപ്പർ ഇട്ടില് നിർത്തി. ഇനി അവിടെ പോയിട്ട് ഉണ്ടാക്കി. അത് അടച്ചു വെച്ചോളി, പൂച്ച വന്നിട്ട് പിന്നെ. മഴയൊന്നും പെയ്യില്ല. അമ്മ അരി ഉഴുന്ന് വിട്ടിട്ടുണ്ട്. എന്ത് എനിക്ക് വയ്യ ഓടാന്. നിങ്ങളത് ചെയ്തിട്ട് പോന്നോളി. ഞാൻ ഇവിടെ ഇല്ല, ഞാൻ അങ്ങോട്ടില്ല. മഴ കുട നല്ല രസമുണ്ടല്ലേ മഴ പെയ്യുന്ന കാണാൻ. ഞാൻ വിചാരിച്ചു മഴയൊക്കെ പോയി, ഇനിയും വെയിൽ കാലം തന്നെയാണ്, വേനൽക്കാലമാണ്. കുഴൽക്കിണറടിച്ച വെള്ളം കിട്ടും.
600 അടി. അപ്പോൾ ഭൂമി എത്ര അടി താഴ്ചയുണ്ടാവൂലേ? നമ്മുടെ കിണറ് 600 അടിയാണ്. ഈ എവിടേക്കടി തലയിൽ തുണിയിട്ടിട്ട് പോവണേ? കണ്ടോ കണ്ടോ മഴയത്ത് കുളിക്കാൻ തോന്നുന്നുണ്ട്. എനിക്കിപ്പോൾ വെയ്യാത്ത കൊണ്ടാണ്. ഞാനൊക്കെ ആദ്യം നമ്മുടെ വീടിൻ്റെ ഷീറ്റിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുമായിരുന്നില്ലേ അമ്മ? അതൊക്കെ കുട്ടിപ്രായമല്ലേടി, അപ്പോഴൊന്നും നാണക്കേട് തോന്നിയിരുന്നില്ല. ഇപ്പോഴൊക്കെ നാണക്കേട് തോന്നുകയാണ്, എന്തോ പോലെ തോന്നുക. നല്ല മഴ പെയ്യും. പക്ഷെ നമ്മുടെ ഓട്ടുപുരയിലില്ലേ കിടക്കുമ്പോൾ മഴ പെയ്യുമ്പോൾ ആ മഴയുടെ സൗണ്ട് നല്ല രീതിയിൽ കേൾക്കും കേട്ടോ. പക്ഷെ നമ്മുടെ ഈ കേക്കണൊക്കെ ഷീറ്റുമ്പോ വെള്ളം വീണിട്ടേ ചടപടയാണ്. ഷീറ്റിൽ വെള്ളം വീഴുന്ന സൗണ്ട് തന്നെ കേൾക്കുള്ളൂ, വേറെ ഒരു സൗണ്ട് ഇവിടെ കേൾക്കില്ല. അതേപോലെ അല്ലേ പെട്ടെന്ന് തണുപ്പും പിടിക്കില്ല. ഒന്നും അറിയില്ല. അവിടെ മഴ പെയ്ത് കഴിഞ്ഞാൽ ഫാന് വേണ്ട കേട്ടോ, ഫാൻ ഇല്ലാണ്ട് കിടക്കാം. ഇവിടെ പറഞ്ഞാൽ മഴ പെയ്ത് കഴിഞ്ഞാൽ ഫാൻ വേണം. അനിയേട്ടൻ അന്ന് പറഞ്ഞപ്പോൾ ഓട്ടുപുര തന്നെ ഉണ്ടാക്കിയാൽ മതിയായിരുന്നു പറഞ്ഞപ്പോൾ അപ്പോൾ എല്ലാവർക്കും വാർപ്പ് വീടിനോടായിരുന്നു താല്പര്യം. ഇപ്പോൾ ആൾക്കാർ ഫുള്ള് ഓട്ടുപുരയ്ക്ക് മാറിയേക്ക് കേട്ടോ. നമ്മുടെ ഇവിടെ ആൾക്കാർ പുതിയ വീടൊക്കെ വയ്ക്കുന്ന ആൾക്കാരില്ലേ ഓട്ടുപുര, അത് നല്ല വാർപ്പിൻ്റെ മോഡലില്ലേ സുവിനെ? ഈ ഉണ്ടെന്നാൾ ഇവിടെ 3 വീട് വന്നിട്ടുണ്ട് ഓട്ടുപുര. എന്ത് രസാന്നറിയമ്മ, പണ്ടത്തെ ഈ ഒരു 4 കെട്ട് വീടില്ലേ, 4 സൈഡ് ഇങ്ങനെ 4 സൈഡ് ഇങ്ങനെ കോണായിട്ട് നല്ല രസമുണ്ടല്ലേ ഏട്ടാ വീട്. എന്നിട്ട് ഇങ്ങനെ സ്കൂൾ മോഡലിൽ വീട് വെച്ചിരിക്കുക. പക്ഷെ അത് എനിക്ക് ആ വീട്ടിൽ ഏറ്റവും ഇഷ്ടമായത് പിള്ളത്തുണ്ടൊക്കെ വെച്ച് നല്ല തൂണൊക്കെ വെച്ചിട്ടുള്ള വീട് കേട്ടോ. അത് നമ്മൾ പണ്ടത്തെ വീടുകൾ ഇറങ്ങിയേക്കണു. ശരിക്കും നമ്മളന്ന് എൻ്റെ സങ്കല്പത്തിലില്ലേ ഇങ്ങനെ വാർപ്പ് വീടിനോടൊന്നും ആയിരുന്നില്ല. പക്ഷെ ഒരു വാശി ഉണ്ടായിരുന്നു. എല്ലാവരും ഇങ്ങനെ പറയുമ്പോൾ ഒരു വീട് വെച്ചു, നിങ്ങളുടെ കാലം മുമ്പ് താഴെയുള്ളവർ കല്യാണം കഴിഞ്ഞാൽ അവർ വീട് വെച്ച് പറയുമ്പോൾ എല്ലാവരും വാർപ്പ് വീടിനോട് മാറിയപ്പോൾ. പക്ഷെ ശരിക്ക് ഓട്ടുപുര ഒരു സുഖമുള്ള വീടാണ്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? പണ്ടത്തെ ചോരുന്നുള്ളൂ ഭയങ്കര. ഇവിടുന്ന് ഇത്ര നീളമുണ്ട് സുകന്യ പിള്ളത്തുണ്ടേ. ഇപ്പം ഈ പിള്ളത്തുണ്ട് ഇവിടെ ഇത് ഇത്ര ഇല്ലല്ലോ അമ്മ, ഇത്ര നീളം പിള്ളത്തുണ്ട്. എന്നിട്ട് 2 സ്റ്റെപ്പും മാത്രം. നല്ല രസമുണ്ട് വീട്. ആ പിള്ളത്തുണ്ടിൻ്റെ സൈഡിൽ ഇത് എത്ര പോകുന്നുള്ള വാർത്തിട്ടുള്ള തൂണുകൾ വന്നിട്ട് ഈ കുഴൽ പോലത്തെ തൂണുകൾ വന്നിട്ടുണ്ട്. അതിൽ ഇത് ചെയ്തിട്ട്. അപ്പോൾ അതാ പറയുന്നത്. പക്ഷെ ശരിക്കും വാർപ്പിൻ്റെ പൈസ അതിനേക്കാളിലും പൈസ ഇത്ര ഇപ്പം അങ്ങനെ ചെയ്യണമെങ്കിൽ. ഇപ്പം തേപ്പ് വേറെ പണിയുണ്ട്, ഇത്ര പൈസ അധികം ചിലവില്ലാതെ ഉണ്ട്. പെയിന്റിംഗ് ഒന്നും വേണ്ടെന്നൊക്കെ പറയുന്നു. ഇപ്പോഴാണ് ഓരോ വീട് കാണുമ്പോൾ 3 ലക്ഷം രൂപയുടെ വീട്, 4 ലക്ഷം രൂപയുടെ വീട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വീഡിയോ കാണുമ്പോഴേ അപ്പോൾ നമുക്കിങ്ങനെ തോന്നും അയ്യോ എന്ത് ഭംഗിയാണെങ്കിൽ ആ വീട് കാണാനേന്ന്. കമ്മിയത്ര. സുകന്യയുടെ വീട് നല്ല അടിപൊളിയായിട്ട് എൻ്റെ മനസ്സിലൊരു സങ്കല്പമുണ്ട്, അതുപോലെ ചെയ്യണം സുകന്യ. നിനക്ക് എന്താ സങ്കല്പം? സുഖാണ്, 3 ചെക്കന്മാരല്ലേ. എന്റെ നരകെന്ന് പറയരുത് കേട്ടോ. മക്കള് ദൈവത്തിന്റെ വരാണ്. ഒരിക്കലും ആൺകുട്ടിയാവട്ടെ പെൺകുട്ടിയാവട്ടെ അതില്ല. കൊറേ കാലങ്ങളാണ് കഴിഞ്ഞ സുകന്യല്ലേ. നല്ല 3 മരുമക്കള് വരട്ടെ. വന്നിട്ട് ഈ എൻ്റെ അടുത്തേക്ക് പോന്നോട്ടോ, ജീവനോടുണ്ടെങ്കിൽ അതേ പറയാൻ പറ്റുള്ളൂ. 3 മരുമക്കളൊക്കെ ഉണ്ട് വന്നിട്ട്. അതിന് സുകന്യ ഇപ്പത്തെ മരുമക്കളല്ലേ ഫ്രണ്ട്ലിയാണ്. പണ്ടത്തെ പോലത്തെ അമ്മായിമ്മമാര് ഇപ്പൊ ഇല്ല. അമ്മായിമ്മമാര് മക്കളെ സ്വന്തം മക്കളെക്കാട്ടിലും നല്ല രീതിയിൽ മരുമക്കളെ നോക്കുന്നുണ്ട് ഇന്നത്തെ കാലത്ത്. അത് മതി, അത് മതി, മതി. കടിക്കാനുണ്ട്. അത് സാരല്ല, കടിക്കാൻ പല്ലുണ്ടല്ലോ. ഇന്നത്തെ അമ്മായിമ്മമാരും മരുമക്കളെ എന്തൊക്കെ ആദ്യം 5 മണിക്ക് നീച്ചിട്ടില്ലെങ്കിൽ ഭയങ്കര പ്രശ്നം. ഞങ്ങളൊക്കെ ഇന്ത്യയൊക്കെ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്തൊക്കെ നമുക്ക് കുറച്ച് നേരം വഴി നീക്കുമ്പോൾ അച്ഛനെയൊക്കെ കാണുമ്പോൾ ഭയങ്കര നാണക്കേടാണ് കേട്ടോ. ഇപ്പൊ പിന്നെ അങ്ങനെയുള്ള ആ ഒരു രീതികളൊക്കെ മാറിപ്പോയില്ലേ. കാലങ്ങളെ മാറി. ഇപ്പൊ വീടുണ്ടാവില്ല, കൂടുണ്ടാവില്ല, അടുക്കളയുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ഇപ്പൊ എന്താ ഹോട്ടൽ ഭക്ഷണം. നമ്മുടെ ഒരു ഇത് പറയല്ല, നമ്മുടെ ഇവിടെ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ കൂടുന്ന സമയത്ത് ഞങ്ങളെല്ലാവരും ഭക്ഷണം ഉണ്ടാക്കുക ചെയ്യല്. ഇപ്പം നമുക്ക് കണ്ടില്ലേ ഭക്ഷണം ഉണ്ടാക്കേണ്ട കാര്യം പറയുമ്പോൾ തന്നെ അനിയന്മാരും എല്ലാവരും പറയും കടയിൽ നിന്ന് വാങ്ങിയാൽ മതിയോ, കടയിൽ നിന്ന് വാങ്ങിയത്. കാരണം എന്താ വെച്ചാൽ പാത്രം കൂടി കഴുകണ്ടല്ലോ എന്നുള്ള ആ ഒരു രീതിക്ക് മാറിപ്പോയില്ലേ. അപ്പം അങ്ങനെ കാലങ്ങൾ മാറുന്നതിനനുസരിച്ച്. പക്ഷേ
ഞാനൊക്കെ ഒരു പഴമ ഇഷ്ടപ്പെടുന്ന ഒരാളാട്ടോ. എനിക്കൊക്കെ പഴമ ഭയങ്കര ഇഷ്ടം, പഴയ രീതിയിൽ ജീവിക്കാൻ. ഞാൻ ആദ്യം അനിയൻ്റെ അടുത്ത് പറഞ്ഞിരുന്നൊരു കാര്യമാണ്, നമുക്ക് മുറ്റത്തൊരു തുളസി തറയൊക്കെ വെക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞതാ. പക്ഷെ നമുക്കത് മിറ്റില്ലാതെ അന്നത്തെ ആ പൂജ കഴിഞ്ഞിട്ടേ തുളസിത്തറ വെക്കാം. തുളസിത്തറ വെക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. പിന്നെ അത് അതിൻ്റെതായ രീതിക്ക് ചിട്ടയോട് നമ്മളത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ അത് ചെയ്തിട്ട് കാര്യമില്ല. ദിവസം വിളക്ക് വെക്കണം. പക്ഷെ പിന്നെ നമ്മുടെ സ്ഥലപരിമിതികൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമുക്ക് ഒരുപാട് മിറ്റമൊന്നുമില്ല, കുറച്ചുള്ള സ്ഥലപരിമിതികളിൽ വെച്ചിട്ടല്ലേ നമ്മൾ. പക്ഷെ അവിടെ അവർക്കൊരു വീട് വെക്കുകയാണ് പറഞ്ഞു വെച്ചാൽ അവർക്ക് മിറ്റത്തിന് ആവശ്യത്തിന് മിറ്റം ലമ്മ മോളിക്ക് 2 റൂമും ഒക്കെ കാര്യങ്ങൾ എടുക്കുമ്പോൾ സെറ്റപ്പ് ആക്കും. എന്നിട്ട് നമുക്ക് ഈ മോളിൽ നിന്ന് ആ മോളിക്ക് ചാടാം, അത്ര അടുത്തായിരിക്കും വീട് വരിക. എന്താ വെച്ചാൽ ആ ടെറസ്. പക്ഷെ ശരിക്ക് ഞങ്ങൾക്ക് ഭയങ്കര ഒരു അബദ്ധം പറ്റി. എന്താണെന്നറിയോ, നമുക്ക് ആ മൊത്തം കൂടെ തട്ടിയിട്ടില്ലേ, ഇവിടെ വലിയൊരു അത്യാവശ്യം നല്ല ഒരു വീട് വെച്ചിട്ട് താഴത്തെ ഒരു കൂട്ടരും മുകളിലൊരു കൂട്ടരും അങ്ങനെ ഉള്ള രീതിയിൽ ചെയ്യാമായിരുന്നു. ഇപ്പോഴും നമുക്കിത് മുകളിൽ ചെയ്യും, 2 റൂമുള്ളത് ചെയ്യാൻ പറ്റും അല്ല. പക്ഷെ അന്നത്തെ സ്ഥിതിക്ക് അങ്ങനെ ചെയ്തു. ഇന്നത്തെ സ്ഥിതി കൂടുതലായി എന്നല്ല പറയുന്നത്, 2 കൂട്ടരും പാടെ കൂടിയിട്ടില്ലമ്മ. നടക്കില്ല. ഇപ്പൊ ഇങ്ങനെ നടന്നാലും കുട്ടികൾ വലുതായി 2-3 മരുമക്കൾ വരുമ്പോ ഒന്നും അമ്മ മരുമക്കൾ വരുമ്പോഴൊക്കെ മരുമക്കൾ സ്വന്തമായി വീട് വെച്ച് സ്വന്തമായിട്ട് വീട് വെക്കണവരൊന്നും എല്ലാരും വെക്കുന്നൊന്നുമില്ല. അതൊക്കെ തോന്നല. ഇപ്പൊ ഞാൻ പറയട്ടെ, അമ്മയടുത്ത് പറയാണ്, പണ്ടത്തെ പോലെ എന്താ നാട്ടിൽ നിൽക്കണ കുട്ടികളെ എവിടെയുള്ളു? എവിടെയില്ല. ജോലി കിട്ടി അവരുടെ ഭാര്യയും കുട്ടികളെയും കൊണ്ട് അവര് ജോലി സ്ഥലമാണെങ്കിൽ കുഴപ്പമില്ല അല്ലേ? അല്ല പറയില്ലെന്നെന്താ ഉറപ്പ് അല്ലേ? ഇന്നത്തെ കാലം അങ്ങനെയാണ്. ഇന്നത്തെ കാലം ഒന്നും കണക്കൂട്ടാൻ പറ്റില്ല ബ്രോസി. കാലങ്ങൾ മാറി മാറി നമ്മള് ചിന്തിക്കണ ഒന്നല്ല ലോകം. എന്നോട് ഒരഭിപ്രായം ചോദിച്ചിരുന്നേ, യൂട്യൂബിൽ എന്താ പ്രൊമോഷൻ വീഡിയോ ചെയ്തിട്ട് ഒരാൾക്ക് പണി കിട്ടി, അതിനെപ്പറ്റി എന്താ അഭിപ്രായം എന്ന്. നമ്മൾ പ്രൊമോഷനൊന്നും ചെയ്യുന്നില്ല, അതുകൊണ്ട് നമുക്ക് പേടിക്കാനുമില്ല. കാരണം എന്താ വെച്ചാൽ നമുക്ക് പ്രൊമോഷനൊക്കെ ഇതാ ഒരുപാട് വന്നിട്ടുണ്ട് കേട്ടോ, ഒരുപാട് പ്രൊമോഷൻ വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇതുവരെ ഒരു പ്രൊമോഷനും എന്താ മുഖത്തേക്കുള്ളത് എങ്ങനെ പറയില്ല സൂര്യ, തലമുടിക്കുള്ളത് അങ്ങനെ ഏതും നമ്മൾ ദോഷം. ആയുർവേദത്തിന്റെ കുറേ പേര് നമ്മള് തുണിയുടെയൊക്കെ ആണെങ്കിൽ പിന്നെ കുഴപ്പമില്ലേ? അല്ലേ, അത് തുണികളൊന്നും നമുക്കൊരു കുഴപ്പമില്ല. അല്ല, കാരണം ഇതാ കണ്ടോ, നമ്മളൊക്കെ ഇതാ കുളി കഴിഞ്ഞു, ഒരു പൗഡറും കൂടി ഇട്ടിട്ടില്ല, ഒരു പൊട്ടുണ്ടാവും ഒരു 3 ദിവസത്തേക്ക്. പിന്നെ ഞാൻ ഇടുന്നതാണ് ഒരു ചന്ദനക്കുറി. എവിടെയെങ്കിലും നമ്മൾ പോകുമ്പോൾ കണ്ണെയ്തു കേട്ടോ. അത് എന്താ ഇപ്പൊ നമ്മള് കൈക്കൽ തുണി എവിടെ? കൈക്കൽ അതവിടെ താഴേക്ക് ഇട്ടു ഞാൻ. അപ്പോൾ നമുക്ക് പൈസ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വേറൊരാളെ പറ്റിച്ചിട്ട് ഒരു കാര്യമില്ല. പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ എന്ന് പറയുന്ന പോലെ ഉപയോഗിച്ച് ഞാൻ ചെയ്തിട്ടില്ല. മുഖത്തേക്കുള്ളതൊന്നും നമ്മളൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഒരു മാസം ഉപയോഗിച്ച്. പിന്നെ അത് മാത്രമല്ല, എങ്ങനെയുണ്ട് ആൾക്കറിയില്ല അല്ലേ? എന്നാ ഇനി കണ്ടുപിടിച്ചോട്ടോ. മത്തനെ നമ്മള് മയക്കണം, കുമ്പളത്തിന്റെ ഇല മയക്കാൻ പാടില്ല. കുമ്പളത്തിന്റെ ഇല അത് വേര് അമ്മ അതൊന്നും കളഞ്ഞിട്ടില്ല. ഇതെവിടെ? അതിന്റെ ഉള്ളിൽ ചെരുക്കുണ്ടോന്ന് എടുത്തോടുന്ന സൂര്യ, എടുത്തിട്ട് വാ, എടുത്തിട്ട് അത് വാങ്ങണേ, ഇല്ലെങ്കിൽ കഴിക്കുവേ. നമ്മള് എന്താ നമുക്ക് പറ്റാത്ത ഒരു സാധനം നമ്മൾ ചെയ്തിട്ട് ഒരാളെ കാണിക്കില്ല കേട്ടോ. കാരണം എന്താണെന്നറിയോ, നമ്മള് പൈസക്ക് വേണ്ടിട്ട് ഓരോ അംഗത്തിനും കാണിച്ചിട്ട് അവസാനം ആർക്കെങ്കിലും എന്തെങ്കിലും ആയിട്ട് നമ്മളെ സമാധാനം പറയില്ല. അങ്ങനെ പൈസ ഇത് ഈ ഒരു കാര്യം കൊണ്ട് ഞാൻ പറയാം. ഇപ്പം നമ്മൾക്കൊരു പ്രൊമോഷൻ്റെ ഒരു പ്രൊഡക്റ്റ് കിട്ടി വിചാരിച്ചോ, എൻ്റെ ഒരു അനുഭവം പറയുകയാണ് കേട്ടോ. നമ്മളോട് ഒരു കൂട്ടർ പറഞ്ഞതാണ്, നമുക്കൊരു പ്രൊമോഷൻ്റെ ഒരു പ്രൊഡക്റ്റ് നമുക്ക് തരികയെന്ന് പറഞ്ഞു വെച്ചാൽ അവരൊരു വീഡിയോ നമുക്ക് അയച്ചു തരും. ആ വീഡിയോ അതേപോലെ നമ്മൾ വേറൊരു ഒരു കണ്ടൻറ്റ് പോലെ തന്നെ നമ്മളത് എടുത്തിടുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് അവർ പറയുന്ന ദിവസത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ചെയ്യണം. ഞങ്ങൾക്ക് വന്ന ഒരു സംഭവം ഞങ്ങൾ പറയാം കേട്ടോ. അത് മൊത്തൊരു ക്രീമിൻ്റെയാണ് വന്നൊരു കാര്യം. ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമില്ല, എന്താ ഇതിന് ചെയ്യാൻ താല്പര്യമില്ല പറഞ്ഞു. അവരപ്പോൾ പറഞ്ഞു പൈസ കിട്ടും, അങ്ങനെ കിട്ടും, ഇങ്ങനെ കിട്ടും. അപ്പോൾ ഞാൻ ഉള്ള കാര്യം തന്നെ പറഞ്ഞു, എനിക്കിതിൽ താല്പര്യമില്ല, ഞാൻ ഉപയോഗിക്കില്ല, എൻ്റെ മക്കൾ ഉപയോഗിക്കില്ല, പിന്നെ സുകന്യയാണ് ഉപയോഗിക്കുക, അവൾ ഉപയോഗിക്കുന്ന സാധനം ആ ഒരു സാധനം അല്ലാതെ നമ്മൾ ഉപയോഗിക്കില്ല. അപ്പം ഞാൻ എന്നെ
എന്താ ഇത് പറയില്ല, എൻ്റെ മുഖത്ത് ഇത്രയും കുരുക്കൾ വന്നിട്ട് ഞാനൊരു സ്കിൻ ഡോക്ടറെ കണ്ടിട്ട് സൺക്രീം തന്നു എനിക്ക്. ഞാൻ അന്ന് ആ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ തന്നത്. അതടക്കം സത്യം പറയാച്ച ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ആ സംഭവമേ ഞാൻ ഉപയോഗിച്ചിട്ടില്ല. അതിലൊരു ഫേസ് വാഷ് തന്നത് മാത്രമാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ള സാധനം വിഷുവിൻ്റെ ആ സമയത്ത് അത് മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളൂ. കാരണം ഞാൻ പറയുക, നമ്മളെല്ലാവരും സാധാരണക്കാരാണ്. ഞാൻ നിങ്ങളോട് പറയണം ആ പ്രൊഡക്റ്റ് നല്ലതാണ്, ആ പ്രൊഡക്റ്റ് നിങ്ങൾ ഉപയോഗിച്ചോളൂ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ അതില്ലാതെ ആയിരിക്കും. അത് ഉപകാരമല്ല. ഇപ്പം എനിക്ക് ഇല്ലേ എന്താ നമ്മുടെ ആരുമല്ല സബ്സ്ക്രൈബേഴ്സ് ഒരു ഇങ്ങനെ പ്രൊമോഷൻ്റെ കാര്യത്തിനല്ല കേട്ടോ പറയുന്നത്. ഒരു കുട്ടി വിളിച്ചിട്ട് ചേച്ചിയുടെ മുഖത്ത് നിറച്ച് കുരു ഉണ്ടല്ലോ, അതിന് ഈ മഞ്ഞളിൻ്റെ ഒരു സിറം അതിനെ കാണിച്ചു തരാം കേട്ടോ. അതിനിപ്പോൾ ഒരു 2 മാസമായിട്ട് അതാണ് കുറേ ആൾക്കാർ ചോദിച്ചില്ലേ മുഖത്ത് കുരു ഒന്ന് കുറവായല്ലോ എന്നുള്ളത്. ആ സിറം ഞാൻ എന്താ സിറം മുഖത്തിങ്ങനെ തക്കുന്നത് അത് 299 രൂപ. അതൊരു മാസമായിട്ട് ഉപയോഗിക്കുമ്പോൾ കുറവുണ്ട് കേട്ടോ. അപ്പോഴേക്ക് ഈ പ്രശ്നം നമുക്ക് വരുമല്ലോ ആ ഒരു ഇതിൻ്റെ മുഖത്തെ കുരുപ്പ്. ഞാൻ വേറൊരു മരുന്ന് കഴിക്കുന്നുണ്ട്, അതിൻ്റെ കുരു വന്നതാണ്. ഞാൻ പറയുകയാണ്, നമുക്ക് ദയവായിട്ടൊരു യൂട്യൂബ് ചാനൽ ഇങ്ങനെ തുടങ്ങാനും ഒക്കെ ഇതിനൊക്കെ ഓരോ അവസരങ്ങൾ നമുക്ക് കിട്ടി. പക്ഷെ അതൊരാളെ പറ്റിച്ചും കൊണ്ടും ഒന്നും ആവരുത്, ചെയ്യരുത്. നമ്മൾ ഇതിപ്പോൾ എന്താ ഞങ്ങളുടെ ഇതിൽ ഇപ്പം നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ട്, ഇല്ല എന്ന് പറയില്ല, നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പം നമുക്ക് ചിന്തിച്ചാൽ മതി ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് വെച്ചാൽ ചിലപ്പോൾ നമുക്ക് 2 മാസം കൂടെ നമ്മുടെ ബുദ്ധിമുട്ടുകൾ തീരെ ഉണ്ടാവും. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ വിശ്വസിച്ചിട്ടല്ലേ നിങ്ങളെ വീഡിയോ ആണ്. ഞാൻ അതാണ് പറയുന്നത്, എനിക്ക് അത്രയും സങ്കടവും ദേഷ്യം വരുമ്പോൾ മാത്രമാണ് കേട്ടോ ഞാൻ ഈ നമുക്ക് നെഗറ്റീവ് ഇടുന്ന ഓരോരുത്തരുടെ പേര് പറഞ്ഞിട്ട് നമ്മൾ പറയുള്ളൂ. നമുക്ക് സത്യമായിട്ട് അവരോടൊക്കെ സ്നേഹം തന്നെയുള്ളൂ. അവരൊക്കെ നമ്മുടെ വീഡിയോ കാണും കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ നിന്നിട്ട് നിങ്ങളുടെ മുമ്പിൽ വീഡിയോയിൽ വർത്തമാനം പറയാൻ പറ്റുന്നത്. അത് നമ്മളില്ലേ ഒരാളെ പറ്റിച്ചിട്ടാണ് പറഞ്ഞാൽ നമുക്കത് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ എന്ത് സാധനവും ഞാൻ ഒരു കാര്യം പറയണം കേട്ടോ, എന്തൊരു പ്രൊഡക്റ്റ് ആണോ വെച്ചാൽ നിങ്ങൾ ഡോക്ടറെ കണ്ട് ഡോക്ടർ പറയുന്നതിനനുസരിച്ച് നിങ്ങളത് വാങ്ങി തേക്കി വെച്ചാൽ നിങ്ങൾക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല. അല്ലാതെ ആ യൂട്യൂബേഴ്സ് ഇത് പറഞ്ഞു, ഈ യൂട്യൂബേഴ്സ് ഇത് പറഞ്ഞു, ഇന്നത് ചെയ്യാന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞു ഒരിക്കലും ചെയ്യരുത്. കാരണം ഇപ്പോൾ ഒറ്റൊരു കാര്യം പറയുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി, എത്രയോ ആൾക്കാരാണ് അവർക്ക് റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ വന്നിരിക്കുന്നത്, എത്ര പേര്. അതാണ് അവർക്ക് അവരുടെ ഒരു കണ്ടന്റ്. അവരുടെ ഒരാളെ ഇങ്ങനെ പറയും, ഒരാളെ ഇങ്ങനെ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ ചാടി കയറുന്ന ഒരു സ്വഭാവം അങ്ങനെയുള്ളൂ കേട്ടോ. നമ്മളിപ്പോൾ ആരെയും എനിക്കിതിലൊന്നും ശരിക്കും എന്താണെന്നറിയില്ല. പക്ഷെ ഞാൻ പറയുകയാണ്, എൻ്റെ അനുഭവം പറയുകയാണ്, നമ്മളൊരു ഡോക്ടറെ കണ്ട് ഡോക്ടർ നല്ലതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് ഉപയോഗിച്ചോളൂ. അല്ലാതെ നമ്മളില്ലേ ഇപ്പോൾ നാള് പറഞ്ഞിരുന്നു ലിപ്സ്റ്റിക്ക് കുട്ടികൾക്ക് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഇടാൻ പാടില്ലെന്ന്. പക്ഷെ എത്ര രക്ഷിതാക്കൾ അത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം നമ്മളിത് പറയുമ്പോൾ എന്താണെന്നറിയാം, നിങ്ങൾക്ക് ഈ നാട്ടിൻപുറത്ത് ജീവിക്കുന്ന ആൾക്കാർക്കാണ്, നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിവില്ല. പക്ഷെ നമ്മളതൊന്നും ഉപയോഗിക്കുന്നില്ല. നമുക്കതും കൊണ്ട് അതിൻ്റേതായ ഒരു പ്രശ്നങ്ങളും ഇല്ലാലമ്മ. ഇപ്പോൾ മുടിയാണ് പറഞ്ഞു വെച്ചാൽ നമുക്ക് കൊഴിച്ചിൽ തോന്നിക്കഴിഞ്ഞാൽ വെച്ചാൽ ഞാൻ വേഗം ചെയ്യണ പണി എന്താണെന്നറിയോ, നമ്മൾ കുറച്ച് ഉലുവെടുക്കും, കുറച്ച് ചെമ്പരത്തിയുടെ ഇലയും ചെമ്പരത്തിയുടെ പൂവും എടുക്കും, കുറച്ച് കഞ്ഞിവെള്ളത്തിൽ അതങ്ങോട്ട് അടിക്കും, അത് തേക്കും. അപ്പം നമ്മുടെ മുടി ആ ഒരു രീതിയിൽ നിൽക്കും. അല്ലാതെ മുടി കൊഴിച്ചിലുണ്ടാവുമ്പോൾ അങ്ങനെ ഒന്നരാടം അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോൾ നമ്മൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മുടി കൊഴിച്ചിൽ മാറും കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ നല്ലപോലെ മുഖത്ത് കുരുക്കളൊക്കെ വരികയാണെന്ന് വെച്ചാൽ ഞാൻ ശരിക്കും എൻ്റെ ശരീരം ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. നമ്മുടെ വെള്ളം കഴിഞ്ഞോ? ചെറുപയറിൻ്റെ പൊടിയും വെള്ളം കഴിഞ്ഞൂലേ? അതിലില്ലല്ലോ. ഇട്ടുടുമ്പോ തന്നെ എടുക്കണേ, ഇല വാടാൻ പാടില്ല. മത്തൻ്റെ ഇല കുമ്പളത്തിൻ്റെ ഇല താളിപ്പ് കേട്ടോ. അപ്പോൾ നമ്മളിത് ആരെയും ഇതായിട്ട് പറയല്ല കേട്ടോ. എത്ര നേരം പറഞ്ഞത് നമുക്ക് എല്ലാവർക്കും പിന്നെന്താ. അപ്പം നമ്മുടെ വീഡിയോ നിങ്ങൾ കണ്ട തന്നെ അറിയാം, നമ്മളൊരു ഹെയർ ഓയിലിൻ്റെ പ്രൊമോഷൻ ചെയ്തിട്ടില്ല എന്ന് പറയില്ല. ഒരു പ്രൊമോഷൻ അത് എന്നൊന്നുമല്ല കേട്ടോ, ഒരു 2 വർഷം മുമ്പേ ആ പ്രൊമോഷൻ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ എണ്ണ മുഖത്തെ ക്രീമൊന്നും ഞാൻ ചോദിച്ചില്ല, എണ്ണ തേച്ച് കഴിഞ്ഞിട്ട് നമുക്കതിൽ കുറച്ചൊരു റിസൾട്ട് കിട്ടിയപ്പോൾ മാത്രമാണ് കേട്ടോ നമ്മളത് പറഞ്ഞത്. അത് പിന്നെ അത്രയും ഞാൻ എന്നിട്ട് ആ വീഡിയോയുടെ താഴെ കമൻറ്റിൽ പിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു അമ്മ 2 മക്കൾക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്, അവർക്ക് അതുകൊണ്ട് നമ്മളിത് ചെയ്തതാണെന്ന്. ഞാൻ 1 രൂപ പൈസ വാങ്ങിയിട്ടോ, ഇതൊക്കെ അവർ കാണുന്നുണ്ടാവില്ല, 1 രൂപ വാങ്ങിയിട്ടോ ഒന്നുമല്ല ഞാൻ പ്രൊമോഷൻ ചെയ്തത്. ഒരു പൈസ ഞാൻ വാങ്ങിയിട്ടില്ല. കാരണം നമ്മുടെ സാഹചര്യങ്ങൾ അങ്ങനെ ആണ്. അപ്പോൾ ഒരാൾ രക്ഷപ്പെടുക വെച്ചാൽ നമ്മൾ
അങ്ങനെ രക്ഷപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് അത് 2 കുപ്പി ഹെയർ ഓയിൽ ഉപയോഗിച്ചിട്ടില്ല കേട്ടാ, 2 കുപ്പി ഹെയർ ഓയിൽ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ചെയ്ത്. അപ്പോൾ ഇതേപോലെ നമുക്കിങ്ങനെ വിളിച്ച് ചോദിക്കും, ചേച്ചി നിങ്ങൾക്ക് പെയ്ഡ് ചെയ്യാൻ താല്പര്യമുണ്ടോ, പ്രൊമോഷൻ ചെയ്യാൻ താല്പര്യമുണ്ടോ, ഇൻസ്റ്റയിൽ കൂടെ ചെയ്താൽ മതി അല്ലെങ്കിൽ അത് കൂടെ ചെയ്താൽ മതി എന്നൊക്കെ പറയും. ഇൻസ്റ്റ നോക്കിയാലേ അറിയാം. ഇത് എന്താ വെച്ചാൽ കുറച്ച് നമ്മുടെ വീഡിയോ കയറി ഒരു എന്താ ഇപ്പം ഇനി ഒന്നും വേണ്ട, ഒരു 500 ഒരു 1000 ആൾ കാണുകയാണെന്ന് പറഞ്ഞാലും 1000 ആൾക്കുള്ള ഒരു ആൾക്കാരുടെ മുമ്പിൽ ഇത് എത്തുമല്ലോ. അപ്പോൾ അതിലൊരു 10 പേര് വാങ്ങിക്കഴിഞ്ഞു വെച്ചാലും അത് അവർക്കൊരു കാര്യമാണ്. ബിസിനസ് അങ്ങനെ തന്നെയാണ് കേട്ടോ, നമ്മൾ ആരും കുറ്റം പറയല്ല. പക്ഷെ മുഖത്ത് തേക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, വേറൊന്നല്ല. മുഖത്ത് ശരീരത്തോട് ഇപ്പം എൻ്റെ തന്നെ കൂട്ടുകാർക്ക് കണ്ടറിയാം. നമ്മളൊരു വിഷു ഷൂട്ടിനെ ചെയ്തതും കൊണ്ടാണ് എൻ്റെ സ്കിന്ന്, നമുക്കത് ചെയ്യാൻ പറ്റില്ല. എൻ്റെ ശരീരം അങ്ങനത്തെ അല്ല, എൻ്റെ നല്ല ഓയിലി സ്കിന്നാണ് ഒന്നാമത് എൻ്റെ. പിന്നെ ഞാൻ ഒന്നും ചെയ്യാറില്ല. അപ്പോൾ ഇപ്പം എൻ്റെ അമ്മയൊക്കെ ഇവിടെ വരുമ്പോൾ പറയും കസ്തൂരി മഞ്ഞളും കടലമാവും പാടെ തൈരിലിട്ടിട്ട് തേച്ചുകൂടെ പറയും. പക്ഷെ എനിക്ക് സമയം കിട്ടാറില്ല, അല്ലെങ്കിൽ സമയം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ശ്രദ്ധിക്കാറില്ല. അങ്ങനെയുള്ളതൊക്കെ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ല. മറ്റേതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നൊക്കെ, പിന്നെ ചില ആൾക്കാർക്കുണ്ട് ആ ക്രീം തേച്ചാൽ കുറേ കളർ വരും, ഈ ക്രീം തേച്ചാൽ കുറേ കളർ വരും എന്നുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം തന്ന കളർ എവിടേക്കാണ് പോവുക? അത് മാത്രമേ നിൽക്കുള്ളൂ, ബാക്കിയുള്ള എന്താ ദൈവം തരുന്ന കളർ തന്നെയല്ലേ നമുക്കുണ്ടാവുക. ഇപ്പോൾ പിന്നെ അതിനുള്ള കുറേ സംവിധാനങ്ങളുണ്ട്, ഇഞ്ചക്ഷൻ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എനിക്ക് അതിനെ പറ്റിയിട്ടൊന്നും അറിയില്ല. അവർ ചെയ്തത് അവരെ ശരിയാച്ച അവർ ചെയ്തോട്ടെ. നമുക്ക് ആരെയും റിയാക്ഷൻ ഇടാനും വയ്യ, ആരെയും കുറ്റം പറയാനും പറ്റില്ല അല്ലേ? ഓരോരുത്തരെ സമീപിക്കുമ്പോൾ ഇങ്ങനെ ചെയ്യുന്ന എത്ര പേരുണ്ട്. അതിപ്പോൾ അവർക്ക് കിട്ടുന്ന ഒരവസരം അവർ മുതലാക്കണു. അത് അത്രയും നമ്മൾ ചിന്തിക്കാൻ പാടുള്ളൂ. നമുക്കത് താല്പര്യമില്ല, നമ്മൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും നിങ്ങളോട് പറയും, ശരിയാണെന്ന് വെച്ചാലും പറയും. നമ്മൾ അതുകൊണ്ടാണ് നമുക്കില്ലേ നിങ്ങൾക്ക് ഞങ്ങളോട് ഇത്ര ഒരു ഇഷ്ടം വരുന്നത്. പനിമുടി കൊണ്ടുപോയി പനിയൊന്നും വരില്ല, പനിയൊന്നും വരില്ല, മേലുവേദന വരും, പനി വരുമൊന്നുമില്ല. നോക്കിക്കോ. അപ്പോഴേ നമ്മുടെ വിശേഷം നിർത്തുകയാണ് കേട്ടോ. നമ്മളത് ആരെയും കുറ്റം പറഞ്ഞതല്ല, ആർക്കും നമ്മളോട് ദേഷ്യമൊന്നും തോന്നരുത് കേട്ടോ. കാരണം അങ്ങനെ ചെയ്ത കാരണം കുറേ പേർക്ക് നമ്മളോട് ദേഷ്യം ഉണ്ടായിട്ടുണ്ട്. കാരണം പ്രൊഡക്റ്റ് അയച്ചു തരാം നിങ്ങൾ വാങ്ങുകയെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വാങ്ങാത്തത് കൊണ്ട് കുറേ പേർക്ക് നമ്മളോട് അതിനോടുള്ളൊരു ആരോഗ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അപ്പം നമുക്ക് ഉള്ളത് മതി. ഇനിയിപ്പോൾ 10 രൂപ കിട്ടണമെന്ന് പറഞ്ഞു വെച്ചാൽ നമുക്ക് ആ 10 രൂപയിൽ സന്തോഷമാണ് കേട്ടോ. അത് നമുക്ക് എങ്ങനെ പറയുക, എങ്ങനെ എൻ്റെ അമ്മയൊക്കെ പറയും, നമ്മൾ ചത്തു പോകേണ്ടതല്ലേ. അപ്പോൾ നമ്മൾ പോകുമ്പോൾ പോയി കഴിഞ്ഞിട്ട് മനസ്സമാധാനത്തോടെ നമുക്ക് പോയിക്കൂടെ, ഒരു കള്ളത്തരം ചെയ്തിട്ടില്ല എന്നുള്ളതിൽ. മറ്റേത് അങ്ങനെയല്ലല്ലോ, നമുക്ക് നമ്മുടെ വരും തലമുറകൾക്കും കൂടി ഈ ഒരു പ്രാക്ക് കിട്ടില്ലേ. അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരാളാട്ടോ ഞാൻ. അത് എന്തോ ആയിക്കോട്ടെ, അവരുടെ കാര്യം. നിങ്ങൾ എന്തെങ്കിലും ചെയ്യാച്ചാലേ ഡോക്ടറെ കണ്ടിട്ട് നിങ്ങൾ എന്തോ ആണെങ്കിലും ചെയ്തോളൂ കേട്ടോ. അത് മാത്രമേ പറയുള്ളൂ. നാളെ കാണാം. ഇന്നത്തെ ഉച്ചാമ്പളത്തെ കറി എന്താണെന്നറിയോ? കുമ്പളത്തിൻ്റെ തല താളിപ്പും പ്രാവുമീൻ വറുത്തതും. ഇനി എന്താ വേണ്ടില്ലമ്മ? അതാ ചക്ക. വലിയ ചക്ക. എന്താ അത് വെള്ളം ഇറങ്ങിയിട്ട് നന്നേ അല്ല. കത്തി കൊണ്ടാണ് ഞാൻ കൂടുതൽ പണിയെടുക്കുക. അമ്മ കത്തി കൊണ്ടാണ് കേട്ടോ കത്തിയാണ് വരിക. കത്തിയേ വരുള്ളൂ. എന്താ വറക്കാനും പപ്പടം കാച്ചാനൊക്കെ കത്തിയാണ് എളുപ്പം.